ബഷീർ ബഷിയും ഭാര്യമാരും യൂട്യൂബ് ചാനലുമായി സജീവമാണ്. കുടുംബത്തിലെ ഏറ്റവും ചെറിയ ആളുടെ പേരിൽ വരെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ പ്രധാന വിശേഷങ്ങളുടെ വ്ളോഗ് അവരുടെ ചാനലിൽ തന്നെ കിടക്കട്ടെ, ഭാവിയിൽ താല്പര്യമാണെങ്കിൽ അവർ തന്നെ വ്ളോഗ് തുടരട്ടെ എന്നുമായിരുന്നു ഇതിനെക്കുറിച്ച് ബഷീർ പ്രതികരിച്ചത്. വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഇവർ പങ്കിടാറുണ്ട്. ഡയറ്റും വർക്കൗട്ടും ഒക്കെയായി ആരോഗ്യത്തോടെ ജീവിക്കാനാണ് ആഗ്രഹമെന്ന് ബഷീർ പറഞ്ഞിരുന്നു. വല്ലാതെ തടി കൂടുന്നു എന്ന് തോന്നിയാൽ ഡയറ്റ് എടുക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാണ് ഡയറ്റ്. അളവ് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. മഷൂറയും ഫിറ്റ്നസ് കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവാണ്. തടി കുറയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇടയ്ക്ക് ഡയറ്റ് കയ്യിൽ നിന്നും പോകുന്നതിനെക്കുറിച്ച് സുഹാനയും പറഞ്ഞു. ഇടയ്ക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്നുകൂടെ കൺട്രോൾ ചെയ്യുന്നതാണ് നല്ലത്. ബഷിക്കയും മഷൂത്തയും മാത്രം വർക്കൗട്ട് ചെയ്യുന്നു എന്ന് കമന്റുകൾ വരാറുണ്ട്. സോനൂത്തയെ ചെയ്യിപ്പിക്കാത്തത് എന്താണെന്നും ചോദിക്കുന്നു. സൗന്ദര്യകാര്യങ്ങളിൽ നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ, സോനുവിനെ എന്തിന് അവോയ്ഡ് ചെയ്യുന്നു എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇത് ഞങ്ങളായിട്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല, അവനവൻ വിചാരിച്ചാലേ ഇത് നടക്കുള്ളൂ. ഇപ്പോൾ സോനുവിന് സ്വയം ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വർക്കൗട്ടൊക്കെയായി ഞങ്ങളുടെ കൂടെ എത്തുമോ എന്ന് നോക്കാമെന്നായിരുന്നു ബഷീർ പറഞ്ഞത്. ഞാനും സൈഗുവും മഷുവും ഒക്കെ എന്തായാലും വർക്കൗട്ടുമായി മുന്നോട്ട് പോവാനാണ് തീരുമാനം. സൈഗു ഇപ്പോൾ 2 കിലോയോളം കുറച്ചിട്ടുണ്ട്. ഫുഡ് കൊടുക്കാതെ ഇരുന്നിട്ടൊന്നുമല്ല, ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നതെന്ന് മാത്രം. നേരത്തെ ഒരുപാട് മയോണൈസ്, ഐസ്ക്രീം, ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമായിരുന്നു. എനിക്കിപ്പോൾ കുറച്ച് ചോറ് മതിയെന്നാണ് സൈഗു പറയുന്നത്. താൻ ഷുഗർ പേഷ്യൻ്റ് ആവാതെ ഇരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സുഹാനയും പറയുന്നു. അമ്മച്ചിക്കൊക്കെ ഷുഗർ ഉണ്ടായിരുന്നു. ഉറക്കത്തിൽ സൈലന്റ് അറ്റാക്ക് വന്നായിരുന്നു അമ്മച്ചി മരിച്ചത്. അപ്പനും ഡയബറ്റിക് ആണ്. അതുകൊണ്ട് പാരമ്പര്യമായി ഡയബറ്റിക് ആവാൻ സാധ്യതയുണ്ട്. ഡയബറ്റിക് ആയാൽ മധുരം തീരെ കഴിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് തൻ്റെ ശ്രമമെന്നായിരുന്നു സുഹാന വിശദീകരിച്ചത്. ഉമ്മയും ഡാഡയും മഷൂമിയും സൈഗുവും ഡയറ്റിലായതിനാൽ മധുരമെല്ലാം എനിക്കാണ് കിട്ടുന്നതെന്നായിരുന്നു സുനുവിൻ്റെ കമൻറ്റ്. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിനിടെ പായസം സുനുവിനായിരുന്നു എല്ലാവരും കൊടുത്തത്. മധുരം നിയന്ത്രിക്കാൻ പാടാണ്, എന്നാലും അത് ചെയ്തല്ലേ പറ്റൂ എന്ന് സുഹാനയും പറയുന്നുണ്ടായിരുന്നു. നിരവധി പേരാണ് വീഡിയോയുടെ താഴെ അഭിപ്രായങ്ങളുമായി എത്തിയത്.